നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് പ്ലസ് വണ്ണിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റാണ്. സെറ്റ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ട ഒബ്ജക്റ്റുകളുടെ വസ്തുക്കളുടെ കൂട്ടത്തിനെയാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടതാകണം. ആ ഡെഫിനിഷനകത്ത്, ആ നിർവചനത്തിനകത്ത് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. ആരൊക്കെ ഏതൊക്കെ എലമെന്റുകൾ ഇതിലുണ്ടാകും എന്നുള്ളൊരു ഡൗട്ട് ഇല്ല. വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടതാണെങ്കിൽ അത് സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് സെറ്റ് അല്ല. ഉദാഹരണം പറഞ്ഞാല് നമുക്ക് വൊവൽസ്, സെറ്റ് ഓഫ് വൊവൽസ്, വൊവൽസിന്റെ കളക്ഷൻ നമുക്കൊരു സെറ്റ് ആണോ നോക്കാം. അപ്പോൾ വൊവൽസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വൊവൽസ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഏതൊക്കെയാണ്. എയും ഇയും ഐയും ഒയും യു ആണ്, അല്ലെ? അപ്പോൾ ആ എലമെന്റ്സിനെ നമുക്ക് സെറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ സെറ്റിന് പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. സെറ്റിന് പേര് കൊടുക്കുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും. അതേസമയം സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആയി എഴുതാറ്, ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ സെറ്റ് ഓഫ് വൊവൽസിനെ എ എന്ന് പേര് കൊടുത്തു, ക്യാപിറ്റൽ ലെറ്റർ ആണ് പേര് കൊടുത്തത്. ഇനി സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ ഡബിൾ ബ്രാക്കറ്റിനകത്ത് എഴുതുവാണ്. ഏതൊക്കെയാണ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞത്? എ ഒരു എലമെന്റ് ആണ്, കോമ ഇ ഒരു എലമെന്റ് ആണ്, കോമ ഐ ഒരു എലമെന്റ് ആണ്, കോമ ഒ ഒരു എലമെന്റ് ആണ്, കോമ യു ഒരു എലമെന്റ് ആണ്, അല്ലെ? അപ്പൊ ആ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? എയും ഇയും ഐയും ഒയും യുവും ഓരോ എലമെന്റ്സ് ആണ്. അപ്പോ ഇത് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ഏതൊക്കെ ഇതിനകത്തുണ്ട്? വൊവൽസ് ആണ് ഇതിൽ വരുന്നത്. വൊവൽസ് അല്ലാത്ത അക്ഷരങ്ങളൊന്നും ഇതിൽ വരത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു സെറ്റാണ്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് രീതിയുണ്ട്. ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് എ സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു രീതി എന്ന് പറയുന്നത് റോസ്റ്റർ ഓർ ടാബുലാർ ഫോം എന്നാണ്. അപ്പോൾ റോസ്റ്റർ ഫോമില് അല്ലെങ്കിൽ ടാബുലാർ ഫോമില് നമ്മൾ ഏതൊക്കെ എലമെന്റ്സ് ആണോ ഉള്ളത് ആ എലമെന്റ്സിനെ നമ്മൾ ഇങ്ങനെ ഡബിൾ ബ്രാക്കറ്റിനകത്ത് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന ഈ രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് റോസ്റ്റർ ഫോം. അപ്പോ സെറ്റ് എന്താണെന്ന് പറഞ്ഞു? സെറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ട വസ്തുക്കളുടെ, ഒബ്ജക്റ്റുകളുടെ, സാധനങ്ങളുടെ കൂട്ടമാണ്. ആ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്പറുകളാകാം, പേരുകളാകാം, എന്തുവാകാം. ഒരു കൂട്ടത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടതായിരിക്കണമെന്നേ ഉള്ളൂ. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് രണ്ട് രീതി ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമുമാണ്. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ അതിലെ എലമെന്റ്സിനെ എല്ലാം കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഡബിൾ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന രീതിയാണ് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ എലമെന്റ്സിന് കോമൺ ആയിട്ട് ഒരു പ്രത്യേകത ഉണ്ടാകും. ആ പ്രത്യേകത മാത്രം എഴുതി വെക്കുന്ന രീതിയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോ നമുക്കിവിടെ നമ്മൾ റോസ്റ്റർ ഫോം എഴുതി. അപ്പോൾ ഈ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഈ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് സ്മോൾ എ ഒരു എലമെന്റ് ആണ്, ഇ ഐ ഒ യു ഒരു എലമെന്റ് ആണ്. അപ്പോൾ സ്മോൾ എ ഈ സെറ്റിലെ എലമെന്റ് ആണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇതെങ്ങനെ വായിക്കുന്നേ? എ ബിലോങ്സ് ടു, എ ബിലോങ്സ് ടു, സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എന്നാണ് വായിക്കുന്നത്. അതുപോലെ ഈ ഇതിലെ ഒരു എലമെന്റ് ആണ്, അല്ലെ? അപ്പോ ഈ ബിലോങ്സ് ടു എ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ എലമെന്റ് ഓഫ് എ എന്ന് വായിച്ചാലും കുഴപ്പമില്ല. എ എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ ഈ എലമെന്റ് ഓഫ് എ എന്ന് വായിച്ചാലും ഓക്കെയാണ്. അതേസമയം ബി എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു എലമെന്റ് അല്ലല്ലോ. അപ്പോ ബി ഈ സെറ്റിലെ എലമെന്റ് അല്ല എന്ന് സൂചിപ്പിക്കാൻ ഈ സിമ്പൽ എഴുതിയിട്ട് ഇതിനെ ഇങ്ങനെ വെട്ടും. അപ്പോ ബി ഡസ് നോട്ട് ബിലോങ് ടു എ എന്നാണ് ഇത് വായിക്കുന്നത്. ബി ഈ സെറ്റിലെ എലമെന്റ് അല്ല. അപ്പോ എലമെന്റ് ആണോ അല്ലയോ എന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ആണിത്. ഈ സിമ്പൽ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, പൈ ഒക്കെ പോലെ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഈ എപ്സിലൺ എന്നാണ് ഇതിനെ വായിക്കുന്നത്. എപ്സിലണിനെയാണ് നമ്മൾ ഏതിന് ഉപയോഗിക്കുന്നത്? അംഗമാണോ അല്ലയോ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെറ്റില് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒരു സെറ്റ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ട വസ്തുക്കളുടെ, സാധനങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് രീതിയാണുള്ളതെന്ന് പറഞ്ഞു, ഇല്ല? റോസ്റ്റർ ഫോം ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം ഉണ്ടെന്ന് പറഞ്ഞു.
റോസ്റ്റർ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആ സെറ്റിലെ എലമെന്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന രീതിയാണ് റോസ്റ്റർ ഫോം. സെറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് സെറ്റ് ഓഫ് വോവൽസ് ആണ്, കളക്ഷൻ ഓഫ് വോവൽസ് ആണ്. അപ്പോൾ വോവൽസിന്റെ കളക്ഷൻ എന്നുള്ള സെറ്റിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് അതിലെ എലമെന്റ്സിന് നമ്മൾ ഡബിൾ ബ്രാക്കറ്റിനകത്ത് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതി, അല്ലെ? അതില് 5 എലമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എ ഒരു എലമെന്റ്, ഇ, ഐ, ഒ, യു ആണ് ഇതിലെ എലമെന്റ്സ്. അപ്പൊ എലമെന്റ് ആണ് എന്നുള്ള സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ കണ്ടു, അല്ലെ? എ ഇതിലെ ഒരു എലമെന്റ് ആണെന്ന് പറയുമ്പോൾ എ ബിലോങ്സ് ടു എ നമ്മൾ വായിക്കും. ഇ ഇതിലെ ഒരു എലമെന്റ് ആണ്, ഇ ബിലോങ്സ് ടു എ. ബി ഇതിലെ ഒരു എലമെന്റ് അല്ല, ബി ഡസ് നോട്ട് ബിലോങ് ടു എ, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കി. അപ്പോ വേറെ സെറ്റ് നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ബി ഈക്വൽ ടു 1 2 3 എക്സെട്ര, ബി ഈക്വൽ ടു 1 2 3 എക്സെട്ര 10. ഇതൊരു സെറ്റാണ്, അല്ലെ? അപ്പൊ ഈ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 ഒരു എലമെന്റ് ആണ്. 1 ഇതിലൊരു എലമെന്റ് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? 1 ബിലോങ്സ് ടു എ എന്ന് സൂചിപ്പിക്കാം. 2 ഇതിലൊരു എലമെന്റ് ആണ്, അപ്പോൾ 2 ബിലോങ്സ് ടു എ എന്ന് സൂചിപ്പിക്കാം. 3 ഇതിലൊരു എലമെന്റ് ആണ്, 3 ബിലോങ്സ് ടു എ എന്ന് സൂചിപ്പിക്കാം, അല്ലെ? 11 ഈ സെറ്റിലെ ഒരു എലമെന്റ് അല്ല, അപ്പോൾ 11 ഡസ് നോട്ട് ബിലോങ് ടു എ എന്ന് സൂചിപ്പിക്കാം. 11 ഡസ് നോട്ട് ബിലോങ് ടു എ. 11 ഡസ് നോട്ട് ബിലോങ് ടു എ. 11 എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു എലമെന്റ് അല്ല എന്ന് സൂചിപ്പിക്കാം. അപ്പൊ സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 രീതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്ന് റോസ്റ്റർ ഫോം ആണ്. റോസ്റ്റർ ഫോം നമ്മൾ കണ്ടു. സെറ്റിലെ എലമെന്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. ഇനി സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു രീതി ഉണ്ട്, നമ്മളത് കണ്ടിരുന്നു. എന്താണ് ആ രീതിയെ പറയുന്ന പേര്? ആ രീതിയെ പറയുന്ന പേര് സെറ്റ് ബിൽഡർ ഫോം എന്നാണ്, അല്ലെ? അപ്പൊ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, ആ സെറ്റിലെ എലമെന്റ്സിന് കോമൺ ആയിട്ട് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ആ പ്രത്യേകത എന്താണോ അത് മാത്രം എഴുതി വെക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആ സെറ്റിലെ എലമെന്റ്സ് പൊസസ് ചെയ്യുന്ന അവര് കാണിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാകും. ആ പ്രത്യേകത മാത്രം എഴുതി വെക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഉദാഹരണം സെറ്റ് ഓഫ് വോവൽസ് എന്നുള്ളതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എ ഈക്വൽ ടു സെറ്റ് എക്സ് 2 കുത്ത്, ഇത് വായിക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ്. എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ. ഇതാണ് നമ്മൾ ആ പറഞ്ഞ എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു എന്നുള്ളതിന്റെ ഒരു സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അവർ കോമൺ ആയിട്ട് പൊസസ് ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? വവൽസ് ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് എഴുതി വെച്ചു, എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. ഈ പറയുന്നത് ഏതൊക്കെയാണ് സെറ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് സെറ്റ് അല്ലാത്തത് എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് which of the following are sets, justify your answer. The collection of all the months of a year beginning with the letter J. ഒരു വർഷത്തിലെ ജെയിൽ തുടങ്ങുന്ന മാസങ്ങളുടെ കളക്ഷൻ, അല്ലെ? അപ്പോ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനുവരി, ജൂൺ, ജൂലൈ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതില് ഡൗട്ട് ഒന്നുമില്ല, ആ ഡെഫിനിഷൻ ക്ലിയർ ആണ്. ഏതൊക്കെ ഉൾപ്പെടും ഏതൊക്കെ ഉൾപ്പെടത്തില്ലെന്നറിയാം. അപ്പോൾ അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടതായതുകൊണ്ട് അതെന്തായിരിക്കും? സെറ്റ് ആയിരിക്കും. അതൊരു സെറ്റാണ്. അപ്പോ അത് എന്താണ്? ഒരു സെറ്റാണ്, അല്ലെ? അപ്പൊ ഒന്നാമത്തത് കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സിന്റെ കളക്ഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോ ഈ ടാലന്റ് എന്ന് പറയുന്നത്, ബ്യൂട്ടി എന്ന് പറയുന്നത്, ബെസ്റ്റ്, മോസ്റ്റ്, ബ്യൂട്ടിഫുൾ, ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. അപ്പോ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ ഇല്ല. അതുപോലെ ടാലന്റ് എന്ന് പറയുന്നതും ഓരോ ആളുകളും ഓരോ രീതിയിലാണ് ടാലന്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ലാത്തത് കൊണ്ട് കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള
10 പേരുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ ഡിഫൈൻ ചെയ്യുന്ന ഒരാൾ പറയുന്ന 10 പേരായിരിക്കത്തില്ല അടുത്ത ആൾ പറയുന്ന 10 പേര് അല്ലെ. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് അല്ല, അതിനകത്ത് ആ ഡെഫിനിഷനകത്ത് വ്യക്തതയില്ല. അപ്പോൾ അതെന്തല്ല, അതൊരു സെറ്റ് അല്ല. അപ്പോൾ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അതൊരു എന്താണ്, വ്യക്തമായ ഡെഫിനിഷൻ ഉള്ളതല്ല, വെൽ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് അതൊരു സെറ്റ് അല്ല. മൂന്നാമത്തെ നോക്കുവാണെങ്കിൽ എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 11 ക്രിക്കറ്റ് ബാറ്റ്സ്മെനിന്റെ കളക്ഷൻ എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. ഏറ്റവും നന്നായിട്ട് ഒരാൾ ഉദ്ദേശിക്കുന്ന 11 കളിക്കാരെ ആയിരിക്കത്തില്ല മറ്റൊരാൾ പറയുന്ന 11 കളിക്കാര്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരുന്നില്ല, എല്ലാത്തിലും വെൽ ഡിഫൈൻഡ് ആയിട്ട് വരുന്നതല്ല, അതും എന്തല്ല, അതൊരു സെറ്റ് അല്ല. അതുപോലെ the collection of all boys in your class, the collection of all boys in your class എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ വെൽ ഡിഫൈൻഡ് ആണ് അല്ലെ. ആ ക്ലാസ്സിലെ കുട്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് അതിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒക്കെ ഉണ്ട്. ആ രജിസ്റ്ററിൽ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാണ് അതിലെ അംഗങ്ങൾ എന്നുള്ളത്. അപ്പൊ അതെന്താണ്, അതൊരു സെറ്റ് ആണ്. അടുത്തതോ the collection of all natural numbers less than 100, 100 താഴെയുള്ള നാച്ചുറൽ നമ്പറുകളുടെ കളക്ഷൻ അല്ലെ. അതിനകത്ത് ഡെഫിനിഷൻ അത് പ്രശ്നമൊന്നുമില്ല. 100 താഴെയുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എക്സെട്ര 99 വരെയുള്ളതാണ് വരുന്നത്. അതില് 1 വരുമോ എന്നുള്ളതിൽ ആർക്കും ഡൗട്ട് ഇല്ല. 1 ഒരു നാച്ചുറൽ നമ്പർ ആണ്, അതിൽ എലമെന്റ് ആയിരിക്കും. 100 ഒരു നാച്ചുറൽ നമ്പർ ആണ്, പക്ഷെ അത് 100-നേക്കാൾ 100-ൽ താഴെയുള്ള എന്ന് പറയുമ്പോൾ 100 വരത്തില്ല. 99 ഒരു നാച്ചുറൽ നമ്പർ ആണ്, 99 എലമെന്റ് ആയിട്ട് വരും. 50 ഒരു എലമെന്റ് ആണ്. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആണ്, അതെന്താണ്, സെറ്റ് ആണ് അല്ലെ. അടുത്തത് ഈ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. അപ്പോൾ മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവലുകളുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടതാണ്. ഏതൊക്കെ നോവലുകളാണ് മുൻഷി പ്രേംചന്ദ് എഴുതിയത് എന്നുള്ളത്. അപ്പോൾ അതും വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടതാണ്, അതെന്താണ്, അതൊരു സെറ്റ് ആണ് അല്ലെ. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇന്റിജേഴ്സ്, എല്ലാ ഈവൻ ഇന്റിജറുകളുടെയും കളക്ഷനാണ് പറയുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ പൂർണ്ണസംഖ്യകളാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന 1, 2, 3 എക്സെട്ര ആണല്ലോ. കൗണ്ടിങ് നമ്പേഴ്സ് ആണ്, എണ്ണാൻ ഉപയോഗിക്കുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ 0 കൂടി ഉൾപ്പെടുന്നതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 0, 1, 2, 3 എക്സെട്ര ആണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പരും ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറുകളുടെ നെഗറ്റീവും അല്ലെ, അതുകൂടെ ചേരുന്നതാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് -1, -2, -3, -4, 0 ഇതെല്ലാം ഇന്റിജറുകളാണ്. അപ്പോൾ കളക്ഷൻ ഓഫ് ഇന്റിജേഴ്സ് എന്നുള്ളത് നമുക്ക് പിന്നെ അത് പറയാം. അതെന്ന് പറയുന്നത് ഇസഡ് കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറ്. ആ സെറ്റിനെ ഇസഡ് കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എക്സെട്ര, -2, -1, 0, 1, 2, 3 എക്സെട്ര, ഇതാണ് കളക്ഷൻ ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ സെറ്റ് എന്താണെന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ട വസ്തുക്കളുടെ സാധനങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 രീതി ഉണ്ടെന്ന് പറഞ്ഞു. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും ആണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 രീതികൾ. സെറ്റിലെ എലമെന്റ് ആണ് അല്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കണ്ടു അല്ലെ. അതിനുശേഷം നമ്മൾ സെറ്റിലെ സെറ്റ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു 7 ക്വസ്റ്റ്യനുകൾ നോക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം നമുക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. Write the solution set of the equation x square plus x minus 2 equal to 0. അപ്പോൾ x square plus x minus 2 equal to 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ സെറ്റ് കാണണം. ആ ഇക്വേഷന്റെ സൊല്യൂഷന്റെ സെറ്റ് കാണണം അല്ലെ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് കിട്ടുന്ന സൊല്യൂഷൻസ്, ഈ ഇക്വേഷന് കിട്ടുന്ന സൊല്യൂഷൻസിനെ നമുക്ക് സെറ്റ് ആക്കി എഴുതണം. അപ്പോൾ x square plus x -2 equal to 0 എന്നുള്ളത് നമ്മൾ 10ാം ക്ലാസ്സിൽ ഇത് സോൾവ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. x square plus x -2 equal to 0 നമുക്കിത് 2 രീതി സോൾവ് ചെയ്യാൻ അറിയാം. ഒന്നുകിൽ പോളിനോമിയലിനകത്ത് പഠിച്ചിട്ടുള്ള മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതായത് സമ്മ് 1ഉം സമ്മ് എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന 1 ആണ്. സമ്മ് 1ഉം പ്രോഡക്റ്റ് അതായത് ഗുണനഫലം -2 വരുന്ന 2 നമ്പറുകളെ കുറിച്ച് ആലോചിക്കുക. സമ്മ് 1ഉം പ്രോഡക്റ്റ് -2 വരുന്ന 2 നമ്പറുകൾ.
ആ നമ്പറുകൾ ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ആ രീതിയാണ്. വേറൊന്നെന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a ഇത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോ ഈ രീതി ചെയ്യാനാണെങ്കിൽ സമ്മ് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ സമ്മ് 1ഉം പ്രോഡക്റ്റ് -2ഉം കിട്ടുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് 2ഉം -1ഉം ആണ്. സമ്മ് 1ഉം പ്രോഡക്റ്റ് -2ഉം കിട്ടുന്ന നമ്പറുകൾ 2ഉം -1ഉം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയാണ്: എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോ ഈ രണ്ട് പ്രോഡക്റ്റുകൾ 0 ആകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെ? എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ എക്സ് പ്ലസ് 2 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 മൈനസ് 2 എന്ന് കിട്ടും. എക്സ് മൈനസ് 1 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 പ്ലസ് 1 എന്ന് കിട്ടും, അല്ലെ? അപ്പൊ അവിടുത്തെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് -2ഉം 1ഉം ആണ്. അപ്പൊ നമ്മൾ അതിനെ സൊല്യൂഷൻ സെറ്റ് ആക്കി എഴുതുമ്പോൾ സെറ്റ് -2 1 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് സമ്മ് 1ഉം സമ്മ് എന്ന് പറയുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 1ഉം പ്രോഡക്റ്റ് -2ഉം വരുന്ന രണ്ട് നമ്പറുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പറുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? +2ഉം -1ഉം ആണ്. അപ്പോൾ നമ്മൾ ഈ പോളിനോമിയലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് ഇങ്ങനെയാണ്: എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഈ പോളിനോമിയൽ മൾട്ടിപ്ലൈ നോക്കി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇത് തന്നെ കിട്ടുകയും ചെയ്യും. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു -1 -1x, 2 ഇൻറ്റു എക്സ് 2x, -1xും 2x കൂടെ ആകുമ്പോൾ +x തന്നെ ആകും. 2 ഇൻറ്റു -1 -2. അപ്പോ ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എയുടെ വില 1, ബിയുടെ വില 1, സിയുടെ വില -2. ഈ വിലകൾ ഇക്വേഷനിലോട്ട് കൂടെ നമ്മൾ സോൾവ് ചെയ്താൽ മതി, അല്ലെ? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് ആണ് സി എന്ന് പറയുന്നത്. ഈ വിലകൾ ഇതിലോട്ട് കൊടുത്ത് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴും ഏതൊക്കെ കിട്ടും? -2ഉം 1ഉം കിട്ടും, അല്ലെ? അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റീജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40. അതിനു മുമ്പ് നമുക്ക് വേറെ ചോദ്യം നോക്കാം. നമുക്ക് സെറ്റിലെ എലമെന്റ് ആണോ അല്ലയോ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ഇപ്പോ ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. Insert the appropriate symbol belongs to or does not belong to in the blank spaces. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ സെറ്റിലെ എലമെന്റുകൾ ഏതൊക്കെയാണ്? 1 ഒരു എലമെന്റ് ആണ്, അല്ലെ? 2 ഒരു എലമെന്റ് ആണ്, പിന്നെ 3 എലമെന്റ് ആണ്, 4 5 6 ആണ് ഈ സെറ്റിലെ എലമെന്റ്സ്. അപ്പോ 5 ആദ്യത്തേതിനകത്ത് നമുക്ക് 5ന്റെ നേർക്ക് 5 ഇതിലെ എലമെന്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ? അപ്പോൾ 5 ഇതിലെ ഒരു എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 belongs to A എന്ന് എഴുതാം. അടുത്തത് 8 belongs to A ആണെന്ന് ചോദിക്കുന്നു. അപ്പോൾ 8 ഇതിലെ എലമെന്റ് അല്ല. അപ്പോൾ 8 does not belong to A എന്ന് എഴുതാം, അല്ലെ? അടുത്തത് 0 ഇതിലെ എലമെന്റ് ആണോ എന്നാണ് ചോദ്യം. 0 ഇതിലെ എലമെന്റ് അല്ലല്ലോ. അപ്പോൾ 0 does not belong to A എന്ന് എഴുതാം. അടുത്തത് 4 ഇതിലെ എലമെന്റ് ആണോ എന്നാണ് ചോദ്യം. 4 ഇതിലെ എലമെന്റ് ആണ്. അപ്പോൾ 4 belongs to A ആണ്. അടുത്തത് 2 belongs to A ആണോ എന്നുള്ളതാണ് ചോദ്യം. 2 ഇതിലെ ഒരു എലമെന്റ് ആണ്. അപ്പോൾ 2 belongs to A ആണ്, അല്ലെ? അടുത്തത് 10 ഇതിലെ എലമെന്റ് ആണോ എന്നാണ് ചോദ്യം. 10 ഇതിലെ എലമെന്റ് അല്ല. 10 does not belong to A ആണ്, അല്ലെ? 10 എയിലെ എലമെന്റ് അല്ല. അപ്പോൾ എയിലെ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്സിലോണും, എലമെന്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ എപ്സിലോണിനെ വെട്ടുന്നതുമാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചത്.